ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം പടവലങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ പീസാക്കി ഈ ഒരു രീതിയിൽ, ഒരുപാട് വലുതാവണ്ട, തീരെ ചെറുതാവണ്ട, ഈ ഒരു പീസസാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അധികം എടുക്കണ്ട കേട്ടോ, 1/2 കപ്പ് അത്രയൊക്കെ ഉള്ളൂ. അതോട് ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കണം കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ 2 ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, എന്നാൽ ഒന്ന് സോഫ്റ്റ് ആവുകയും വേണം. ആ ഒരു പരുവം ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന ഒരു സമയത്ത് ഒരു ചെറിയ തക്കാളി, നല്ല ചെറുത് മതി, അത് ചേർത്ത് കൊടുക്കുക. വലുതാണ്, മീഡിയം വലുപ്പത്തിലുള്ളതൊക്കെ ആണെങ്കിൽ അരമുറി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തക്കാളിയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി കൂടാനും പാടില്ല, തീരെ ഇല്ലാതിരിക്കാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഈ സമയത്ത് കണ്ടോ, അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. എന്നാലും മുളക് പൊടിയുടെ അളവ് ഒരുപാട് മുന്നിട്ട് നിൽക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച്. എന്നിട്ട് ആ പൊടികൾ ചേർത്ത് ആ ടേസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട. ഉപ്പ് വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പടവലങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പടവലങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാൻ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഏകദേശം ഒരു പിടി തേങ്ങ എടുത്താൽ മതി കേട്ടോ. അരപ്പങ്ങ് ഒരുപാട് കൂടണ്ട. ഒരു 2 ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു വെളുത്തുള്ളി മതിയാവും. അത്യാവശ്യം വലുപ്പമുള്ള ഒരെണ്ണം, ഒരുപാട് വലുത് ചേർക്കേണ്ട, തീരെ ചെറുതും ആവരുത്. നല്ല ചെറുതൊക്കെ ആണെങ്കിൽ 2 ചേർത്തോളൂ കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ചേർത്ത് ചെയ്താൽ ഒരു പ്രത്യേക സ്വാദാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. സൗണ്ടിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. പാലക്കാട് നല്ല മഴയാണ് രാവിലെ മുതൽ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചൊക്കെ വന്ന സമയത്ത് തേങ്ങ അരച്ചിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങ അരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. എന്നിട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് നേരമായിട്ട് ഒത്തിരി സമയത്ത് വെട്ടി തിളപ്പിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ്, പച്ച അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഒരുപാട് നേരമായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിയുന്ന പോലെ ആയിപ്പോവും, ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് സമയം പിന്നീട് ഇടണ്ട അരപ്പ് ചേർത്തതിന് ശേഷം. ഇങ്ങനെയുള്ള കറികളൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ഒരു നാടൻ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരിക. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടി ആയതുകൊണ്ടാണ് തിളയ്ക്കുന്നത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓവർ തിക്കാക്കിയും വെക്കരുത്, ഒത്തിരി അങ്ങ് ലൂസാക്കിയും വെക്കരുത്. തേങ്ങ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരിത്തിരി കൂടി തിക്കാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാൻ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, പറഞ്ഞുതരാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരിത്തിരി കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പടവലങ്ങ റെസിപ്പീസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ.
എപ്പോഴും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക സ്വാദാണ്. പ്രത്യേകിച്ച് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടെ ആ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും വറ്റൽമുളക് ഒരുപാട് അങ്ങ് മൂത്ത് പോകും കേട്ടോ. അപ്പോൾ കറിവേപ്പില വേണ്ടുന്നവർക്ക് ചേർക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി, ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ആ ചൂട് എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം എണ്ണയിൽ ഇട്ടേക്കരുത്, കരിഞ്ഞു പോവും. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാനും പാടുള്ളൂ. നല്ലൊരു കളറും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ ഈ രീതിയിൽ ട്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. കണ്ടോ, ഇരുന്നപ്പോൾ തന്നെ ഒരു ഇത്തിരി കൂടി തിക്കായതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് നമ്മൾ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരുപാട് കുറുകിപ്പോവും. ഒരുപാട് ലൂസാക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. സിമ്പിളാണ്. അപ്പോൾ അളവ് കൂടുതൽ വേണ്ടുന്നവർക്ക് നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം മതിയാവും പടവലങ്ങ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ജസ്റ്റ് എൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ റെസിപ്പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ പടവലങ്ങയാണെങ്കിൽ പടവലങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്, പച്ചമാങ്ങയാണെങ്കിൽ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്, അത് വെച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ നേരത്തെയുള്ള വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. കാരണം ഓൾ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല. പലരും ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടുന്നില്ലേ എന്ന്. പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണാം. തുടർച്ചയായിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.